നമ്മൾ വേറെ ആഡ് ഓൺ ചെയ്തത് ഈ വിൻഡോ ഇങ്ങനെയല്ലേ ഡബിൾ ഹൈറ്റിൽ അതെ അതെ. ഇങ്ങനെയല്ലേ വരുന്നത്? ആ ഓക്കെ. പിന്നെ ഇവിടെയും ഒരു വിൻഡോൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ അഡീഷൻ വന്നത് ഇതുപോലത്തെ സ്റ്റഡി ടേബിളാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റും. പൊക്കി എടുത്തിട്ട് ഇത് ഇവിടെ തന്നെ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ഫ്രെയിം പോലെ അങ്ങ് ഇരിക്കും. ആ ആ അതപ്പോൾ ചെയ്യിക്കുമ്പോൾ അതനുസരിച്ച് പറഞ്ഞ് ചെയ്യിക്കണേ. അല്ലെങ്കിൽ ചിലവർ ഇതിങ്ങനെ വെറുതെ ഈ ഫ്രെയിം ഇല്ലാണ്ട് ചെയ്യിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ചെയ്ത് മതി കാണിച്ച്. മതി മതി. എനിക്ക് മനസ്സിലായി. ഓക്കെ. പിന്നെ വിൻഡോയുടെ ഹൈറ്റ് ഇതാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഇത്രയും തന്നെ ഉള്ളോ? ഇതാ ഇതിലും എനിക്ക് തോന്നുന്നു സൈസ് കുറച്ചുകൂടി ഉണ്ടാവും. ഹൈറ്റ് അത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ. ഞാനിപ്പോൾ സിൽ ലെവൽ നോക്കിയപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്തതേ. ഇപ്പോൾ ആ വിൻഡോയുടെ ഡെപ്തും ഇതും അതിനനുസരിച്ചാണ് കൊടുത്തത്. 50ഒക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. മതി മതി. പിന്നെ ഇതുപോലെയല്ലേ പറഞ്ഞത് മുകളിൽ? എത്ര എണ്ണം വേണം ഇവിടെ? ഇപ്പൊ കൊടുത്തേക്കണ പോലെ ഇരുന്നോട്ടെ. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തിയത് ഇവിടെ ഓക്കെ നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ളൊരു പൊസിഷൻ ഇങ്ങനെ ഓപ്പണിങ് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എങ്ങനെ വേണം? ഇവിടെ നിന്ന് വേണോ അവിടെ നിന്ന് വേണോ? കിച്ചണിൽ നിന്ന് വേണോ? ഇവിടെയാണ് ഓപ്പണിങ് കൊടുത്തത്. ഇത് മതി. എന്നിട്ട് ഇവിടെ അല്ല വേറെ അത് പക്ഷെ നമ്മള് ഡോറ് തുറക്കുമ്പം പുറത്തേക്കുള്ള ഡോർ അവിടെയല്ലേ വന്നേക്കണേ? നമ്മളെപ്പോഴും തുറക്കുമോ? ഡോറ് തുറക്കുമ്പോ അതിന്റെ ബാക്കിലായി പോവില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാലോ. ഇവിടെ നിന്ന് ഇവിടെ ഒരു അവിടെയല്ല പറഞ്ഞത്, ഈ മറ്റേ ഭാഗത്തോ? ഇത് നമുക്ക് ഇതിന്റെ അത് ഹൈറ്റിലോട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ. അതല്ല, പുറത്തേക്കുള്ള ഡോർ അതിന്റെ തൊട്ടിപ്പുറത്ത് വന്നേക്കണുണ്ട്. അത് തുറക്കുമ്പം ഈ ക്രോക്കറി ഷെൽഫ് അങ്ങ് അടഞ്ഞു പോകൂലെന്ന് ഞാൻ ചോദിക്കണം. അപ്പൊ ഈ പോർഷനിൽ പിന്നെ എന്ത് വേണം? ഇവിടെ അപ്പൊ അങ്ങനെ ഷെൽഫ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ പണ്ട്? അല്ലെങ്കിൽ അതങ്ങനെ ഇരുന്നോട്ടെ. കിച്ചൺ ഇത് അതോക്കെ. അപ്പുറം എങ്ങനെയാണ്? ആ ഭാഗം എപ്പോഴും ഡോർ ഓപ്പൺ ചെയ്തിടണം അങ്ങനെ തന്നെയാണോ? എന്തോ? അല്ലെങ്കിൽ പിന്നെ ഡോറ് വേണമെങ്കിൽ ഈ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യണ പോലെ ആക്കിയാൽ മതി, ഈ സൈഡിലേക്ക്. ഇപ്പുറത്തോട്ട് അല്ല, ഈ സൈഡിലോട്ട്. അത് പറഞ്ഞ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, വിൻഡോയുടെ പൊസിഷൻ നല്ല ഹൈറ്റിലാണോ വന്നേക്കുന്നത്? പ്ലാനിൽ അങ്ങനെയാണല്ലോ കാണിച്ചേക്കുന്നത്. 192-ലാണ് സിൽ ലെവൽ കൊടുത്തേക്കുന്നത്. വിൻഡോയുടെ ഹൈറ്റ് താഴത്തൂന്ന്, അതായത് ഇപ്പൊ ആ ഷെൽഫ് വെച്ചേക്കണ അവിടെ നിന്ന് മുകളിലോട്ടാന്ന് എനിക്ക് തോന്നണത്. 192 ആണ് കൊടുത്തത്. അപ്പം സാധാരണ സിൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ടോപ്പ് വരെയുള്ള ഹൈറ്റാണ് സിൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോർമലായിട്ടുള്ള വിൻഡോസിലൊക്കെ 60 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ 60, 80 ഒക്കെ വരും. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന 192 എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് എന്താണ് ഇത്രയും ഹൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ സാറിനോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യണം കേട്ടോ. അത് ഇതില്ലേ, വർക്കിംഗ് ടൈം അല്ലാതെ നിങ്ങളുടെ വർക്കിംഗ് ടൈം എത്ര മണി വരെയാ? 6 അല്ല, 5:45 വരെ ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് ദൂരത്തുനിന്നാണ് വരുന്നത്. ആണല്ലേ? കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നെങ്കിലേ, നമുക്ക് എല്ലാരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നെങ്കിൽ ഇപ്പം പുള്ളീനെയും കൂടെ സാറിനോട് ജോയിൻ ചെയ്യിക്കും. ചോദിച്ചാലും മതി. ഇതിപ്പം 192 ഞാൻ വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഷെയർ എനിക്കൊരു ചെയ്തിട്ടേക്കാം. സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. എനിക്ക് തോന്നണേ ഈ ഗൂഗിൾ മീറ്റ് വെക്കണേലും ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ എനിക്കും പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. അതെ അല്ലേ? എന്നാ ഇവിടെ പറയാം കേട്ടോ, ഞാൻ പറഞ്ഞു നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് വെക്കുമ്പം നമുക്ക് എല്ലാരും അവൈലബിൾ ആവണില്ല സമയത്തെ. ശരിയാ. സാറിനും വേറെ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ്. നമുക്കിപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വിട്ട് കൊടുത്തേക്കുന്നത് ഈ വിൻഡോ നമ്മുടെ വോളിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ടാണ്. അങ്ങനെയാണ് പ്ലാനിലുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ലോഫ്റ്റുകൾ കൊടുക്കുമ്പോൾ 45, 50 ഒക്കെയാണ് ഈ ഡെപ്ത് കൊടുക്കാറ്.
അപ്പോൾ ആ ആ നമുക്ക് ഇവിടെ 40 ഉള്ള ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ 50 കൊടുക്കണമെങ്കിൽ അത്യാവശ്യം വലിയൊരു വല്ല നമ്മുടെ ചട്ടികൾ പാനുകളൊക്കെ അങ്ങനത്തെയൊക്കെ വെക്കണമെങ്കിലേ ആ കുറച്ച് ഡെപ്ത് ഉള്ളതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ 50 ആണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് ഇത്രയും അടുപ്പിച്ച് കൊടുക്കാൻ പറ്റത്തില്ല വിൻഡോനോട്. ഇതേപോലൊരു ആ ഗ്യാപ്പ് അവിടെ വരും. ഇനി ഓ 40 മതിയെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതേ ലെവലിൽ തന്നെ അങ്ങ് കൊടുക്കാം. ഓക്കെ ഓക്കെ. മനസ്സിലായില്ലേ? ആ അപ്പം വേണമെങ്കിൽ വീട്ടിലുള്ള മാക്സിമം വലിപ്പമുള്ള ഒരു അത്യാവശ്യം ഒരു പാനിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്കത് എന്തൊക്കെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം ആദ്യം മിക്കവരും ചെറിയ മെല്ലെ നമ്മുടെ ട്രേയോ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ചിലപ്പോൾ നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ മുകളിലൊക്കെ വെക്കാറുണ്ട്, താഴെ നമ്മുടെ മറ്റേ പാത്രങ്ങളുടെ കൂടെ വെക്കാതെ. അപ്പം അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതിനൊരു ഡെപ്ത് വേണം. അപ്പോൾ എനിക്ക് ഇത് ഈ 40 സാധാരണ എല്ലാവരും കൊടുക്കുമ്പോൾ ഇവിടുന്ന് 60ഒക്കെ വിട്ടിട്ടാണ് ജനൽ കൊടുക്കാറുള്ളത്. അപ്പം നമുക്കിവിടെ ഓ. ഈ ഒരു പോർഷനിൽ എന്തും എത്ര ഡെപ്തിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലേ, എനിക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ഷെയർ ചെയ്താൽ മതി. ഞാൻ പുള്ളിനോട് ചോദിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓക്കെ. പറയാം. ആ, ഇത് ഇങ്ങനെയൊക്കെ മതിയല്ലോ അല്ലേ? നമുക്ക് വേണമെങ്കിൽ പാറ്റേൺ വേണമെങ്കിൽ മാറ്റാട്ടോ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിപ്പം ഞാൻ ആ കൊടുത്തേക്കുന്നത് മാമിന് ഹൈറ്റ് എത്രയുണ്ട്? അയ്യോ, എനിക്ക് അങ്ങനെ ഹൈറ്റ് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അതാ ഞാൻ പറഞ്ഞേ. അല്ല, മാമിൻ്റെ ഹൈറ്റ്. എന്റെ ഹൈറ്റോ? ആ ഞാൻ 155 അപ്പം സെന്റിമീറ്റർ. ഏകദേശം എൻ്റെയൊക്കെ ഒരു ഹൈറ്റാണ്. അപ്പം ആ ഒരു ആ ഹൈറ്റിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഇത് കൊടുത്തേക്കുന്നത് 80 ഈ ഒരു അളവ് വന്നേക്കുന്നത്. 80 ആണ് ആ സാധാരണ നമ്മുടെ സ്ലാബിന് കൊടുക്കാറ്. അപ്പോൾ 80 എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൈറ്റിനുള്ള ആൾക്കാർക്ക് ഓക്കെയാണ്. അപ്പോൾ ആ നമ്മളുടെ ഹൈറ്റിലുള്ള ഒരാൾക്ക് ഈ ഒരു ഭാഗവും ആക്സസബിൾ ആയിരിക്കണം. അപ്പോൾ ഒരു 170 അല്ലെങ്കിൽ 160 വരെയും ഈ ഒരു ഹൈറ്റിൽ കൊടുക്കും. ആ പിന്നെ ഉള്ളത് ആ നല്ല പൊക്കമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ സ്റ്റൂൾ ഇടണം, അങ്ങനെ പരിപാടികളൊക്കെ വരും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് പറഞ്ഞത്, ഒന്നുകൂടെ പറയാമോ? ആ, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വേണം നമ്മൾ ഈ ആ വാർഡ്രോബ്സിൻ്റെ ഓരോ മനസ്സിലായി മനസ്സിലായി, പൊസിഷനും അത് സെറ്റ് മനസ്സിലായി. ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലാണെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും അത്രയും എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ അങ്ങനെ. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ കപ്പ് ആൻഡ് സോസറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെപ്പോഴും എപ്പോഴും എടുക്കുന്നതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് താഴെയായിട്ട് വെക്കാം. അല്ലാതെ ഇപ്പോൾ ഒരുപാട് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു ഹൗസ് വാമിംഗ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഇത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കണമെങ്കിൽ അതെല്ലാം ഇത് ഗ്ലാസ് കൊടുത്തിട്ട് നമുക്കിവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ വെക്കാം. ഒരു സെക്കൻഡ്, ഞാൻ ഒരിത്തിരി തിരക്കിലാണ്. ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ ഗൂഗിൾ മീറ്റിന് പകരം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും. ഇതിന് സ്ക്രീൻഷോട്ട്
Hello, ma'am.